സ്റ്റാൻഡിന്ന് പൊക്കിയതാണ് ഗൈസ്. നിങ്ങൾ പറ ഞാൻ അവനെ എന്ത് ചെയ്യാനാ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാന്നറിയോ? സ്വത്തിന്റെ കാണാതെ പോയ പണ്ടത്തെ അനിയത്തിനെ കിട്ടിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മലേഷ്യയിൽ. ഞാനാണ് ഈ ചെറിയൊരു സീൻ ഉണ്ടാക്കി വെച്ചിട്ട് വേറൊന്നുമില്ല, കാർഡുണ്ടല്ലോ റൂമിന്റെ, അതുകൊണ്ട് ഞാൻ തൊലച്ച് ദാറ്റ് ഈസ് എവിടെയോ കൊണ്ട് കളഞ്ഞു കഴിച്ചു നോക്കിയിട്ടാണെങ്കിൽ കിട്ടണില്ല. അതില്ലാണ്ട് റൂമിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ റൂമിൽ കയറി, അത് കഴിഞ്ഞിട്ട് എങ്ങനെ പോയത് ഞാൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ് എങ്ങനെ മാജിക്കിൽ ഇത് മാഞ്ഞു പോയി. 4000 രൂപ. നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോകാൻ പോകണം കേട്ടോ. സെൻട്രൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ചൈന ടൗണിലാണ് പോകാൻ പോകണം. ഈ കാണുന്ന ഏരിയയാണ് സെൻട്രൽ മാർക്കറ്റ്. അങ്ങോട്ട് പോകുമ്പോൾ ചൈന ടൗൺ. അപ്പൊ നമ്മൾ ആദ്യം ചൈന ടൗണിൽ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഇങ്ങോട്ട് വരാം. അപ്പൊ കഴിച്ച് ഇതാണ് നമ്മുടെ ചൈന ടൗൺ കേട്ടോ. കുറെ കടകളൊക്കെ ഉണ്ട്, ബാഗുകളുണ്ട്, നന്നായി തൊപ്പി, ഡ്രസ്സ്. ഗൈസ് ഈ മാർക്കറ്റ് മൊത്തം കുറെ സാധനങ്ങളാണ് കേട്ടോ. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. പിന്നെ ഗൈസ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഐഷോ സ്പീഡ് വന്നായിരുന്നെന്ന് പറയണം. അപ്പൊ ഇവിടെ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രൈവറിനോട് പറഞ്ഞാണ് നറൂട്ടോ പോയി ഗൈസ്. സ്വത്ത് കിടന്ന് ഒരേ ബഹളം ഇവിടെ കിടന്ന് ബാഗ് വേണമെന്ന്. പിന്നെ അതുകൊണ്ട് നമ്മൾ ബാഗ് വാങ്ങി വെക്കുക. നേരത്തെ ബാഗ് കടയിലും കാർഡ് എടുക്കത്തില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് ഫൈനലി നമുക്കൊരു കട കിട്ടി, ഇവിടെ കാർഡ് എടുക്കും. ഇവിടുന്ന് അതുകൊണ്ട് ബൾക്കായിട്ട് എന്തെങ്കിലും വാങ്ങാൻ പോകും. അങ്ങനെ ഗൈസ് സ്വത്ത് ഒരു കുന്നു സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നാണ്. പേരെന്തുവാ? കാതറിൻ. ബ്രോ നിങ്ങളുടെ പേരെന്തുവാ? ലിൻഡൻ. തന്റെ കൊച്ചിന്റെ ഗൈസ് ഇവിടെ കുറെ സാധനം ഉണ്ട് അങ്ങനെ. പക്ഷെ സീൻ എന്താന്ന് വെച്ചാലേ കുറെ സ്ഥലത്തൊക്കെ ക്യാഷ് ഉള്ളിയുള്ളു. ഒരു ബെൻസൊക്കെ ഇതിന്റെ അടുക്കൂടെ പോകാൻ ഇത് കണ്ടപ്പോ എന്റെ ഇറക്കനെ എനിക്ക് ഓർമ്മ വന്നു. കൊക്കക്കോള വാങ്ങി. ഞാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കരിക്കറ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. ഓ പൊളി. അങ്ങനെ കഴിച്ചു അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ വേറെ സ്ഥലത്തോട്ട് പോയി. ആൻഡ് ഈ കാണുന്ന ബ്രിഡ്ജിന്റെ പേരാണ് പുത്രാജയ ബ്രിഡ്ജ്. കാണാനൊക്കെ പക്ഷെ നല്ല രസമാട്ടോ. പക്ഷെ പുറത്തിറങ്ങിയാലും നിൽക്കാൻ പറ്റില്ല, നമ്മൾ മറ്റേ ഉണക്കമീൻ കണക്കായി പോകും, കാരണം ഭയങ്കര ചൂടായിരുന്നു. ഗൈസ് ഇത് പുത്രാജയ ഏരിയ ആണ്. ഈ സൈഡിലൊക്കെ കാണുന്ന ഫുൾ ബിൽഡിങ്സ് ഉണ്ട്, ഇതെല്ലാം ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ബ്ലോക്ക് ആവും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഒരു പിങ്ക് കളറിലെ പള്ളിയുണ്ട്, അതിനകത്ത് ഫുൾ പിങ്ക് കളർ. അത് ഞാൻ ഗൂഗിളിനകത്ത് കണ്ടേ ഉള്ളു. ഇപ്പൊ നമുക്ക് നേരിട്ടാണ്. ആ കാണുന്ന പിങ്ക് മോസ്കിലോട്ടാണ് സുഹൃത്തുക്കളെ പോകുന്നത്. വണ്ടിയിൽ ഇറങ്ങിയിട്ടേ ഒടുക്കത്തെ ചൂട് കേട്ടാ. ഞാൻ മറ്റേ ഉണക്കവിരിപ്പലായി പോകുന്ന എനിക്ക് തോന്നുന്നത്. ഇതാണ് പിങ്ക് പള്ളി, പിങ്ക് മോസ്ക്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ കവാടത്തിലൂടെ കടന്നകത്തോട്ട് കയറാൻ പോവുകയാണ്. ഈ പിങ്ക് മോസ്കിനകത്ത് ഈ ചുവന്ന ഉടുപ്പിട്ടിട്ടേ കയറ്റത്തോളം തോന്നുന്നു കേട്ടോ എല്ലാരും. അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ ആൾക്കാരും ചുവന്ന ഉടുപ്പൊക്കെ ഇട്ടുണ്ട് ഇപ്പൊ ഉണ്ട് അവിടെ. ഈ കൗണ്ടറിൽ നിന്നാട്ടാ ഡ്രസ്സൊക്കെ വാങ്ങണത്. അങ്ങനെ ഇലുമിനാറ്റീസ് റെഡി ആയിരിക്കുകയാണ്. എന്നെ കണ്ടൊരു ആന്റി കൃഷ്ണ പോലെ ഉണ്ട്. ഭയങ്കര വെയിലാണ് സത്യമായിട്ട്. ഇതാണ് പിങ്ക് മോസ്ക് ഗൈസ്. ഭയങ്കര തണുപ്പുണ്ട് അതിൻ്റെ അകത്തെ. അതേ പൊളിയേ. അപ്പൊ
അപ്പോൾ ഈ അമ്പലം പള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സും അതുപോലെ തന്നെ വൈബ്രേഷനും എനർജീസൊക്കെ ഉള്ള പ്ലേസാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ സ്വത്തു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ഇത്തിരി കൂടുതലായിരിക്കും. ഓക്കെ ഗായ്സ്, നിങ്ങളോടൊരു കാര്യം പറയാം, ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങളാരും മലേഷ്യ വരില്ല. കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട്. ഇവിടെ ഒരു തണലുള്ളതുകൊണ്ട് ഇപ്പം എല്ലാവരും സൈഡ് മാറി കൊടയൊക്കെ പിടിച്ചിരിക്കാനുണ്ടാ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ രാവിലെ ഭയങ്കര ചൂടായിട്ട്, പ്രത്യേകിച്ച് ഇന്നെന്താ അറിയത്തില്ല, ഇന്ന് ഭയങ്കര ചൂടല്ലേ. ഈവനിങ്ങിൽ വന്ന് കാണണം. ഇല്ല, നമ്മുടെ അവിടെ ലേക്ക് ഇല്ലായികയൊന്നുമില്ല, ഇഷ്ടംപോലെ ലേക്ക് ഉണ്ട്, വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ട്. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട്, ഈ ലേക്കിന്റെ അടുത്ത ബിൽഡിങ് നോക്ക്, എന്ത് ഭംഗിയാ കാണാൻ. പിന്നെ ഭയങ്കര ക്ലീൻ സിറ്റിയാണ്. അത് ശരിയായിട്ടാ, ഭയങ്കര ക്ലീൻ ആയിട്ടാ ഇവിടെ. ഒരു കുപ്പിയില്ല, വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. നല്ല ക്ലീൻ സിറ്റി. നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം. അതുപോലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല കേട്ടോ. പക്ഷെ ഒക്ടോബർ വരല്ലപ്പാ, അയ്യപ്പാ ചത്തുപോകപ്പാ നമ്മൾ. ഞങ്ങളുടെ ഡ്രൈവറുടെ കൊടയാണിത്. ലെമൺ ജ്യൂസ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ബ്രോ ഞങ്ങളെ മിസ് ചെയ്യാ ബ്രോ. ഞങ്ങൾ മിസ് ചെയ്യും കേട്ടോ ബ്രോ. കേരളത്തിൽ വരുമ്പോൾ കോൾ പണ്ണ് ഉറപ്പായിട്ട്. ഞങ്ങളുടെ കല്യാണം ആകുമ്പോൾ ബ്രോനെ വിളിക്കുന്നതാണ്. ബ്രോ ആരാണ് ഗിഫ്റ്റ് കൊണ്ടുവരണം. വെറും കൈയോടെ വരക്കൂടാതെ ഏതാവത് കൊണ്ടുവരണോ? ഓക്കെ മാൻ. അങ്ങനെ ഗൈസ് നമ്മളിത് തിരിച്ചു പോകാൻ പോവാണ് കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ കയറുവാണ് ഗൈസ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 9:45. പക്ഷെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 4:53 കേട്ടാ. നേരത്തെ സത്യം പറഞ്ഞ ഒരാവശ്യമില്ലായിരുന്നു നേരത്തെ. പക്ഷെ ഉള്ള സ്ഥലമെല്ലാം കറങ്ങി വന്നപ്പോൾ നേരത്തെ വന്നുപോയി. ഇനി ഇവിടെ പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഒക്കെ കറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ സത്യം ഇവിടെ അടുത്ത പരിപാടി ഇന്ന് നമ്മളാ ഇവിടെ എന്തായാലും പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു ഗൈസ്. ഓ ഇനി സത്യം പറഞ്ഞ പോസ്റ്റ് ആയിട്ടാ. 9:45 ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 4:55 എത്തി. ഇനി കുറേ നേരം ഇവിടെ എന്തായാലും പോസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പൊക്കെ ചെയ്ത് എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ച് അന്ന് നമുക്ക് നേരെ പോയേക്കാം. ഒരു സ്വത്തിന് എന്ത് വേണം ഇവിടെ കാത്തൊക്കെ എടുക്കുന്നു. വന്ന വഴിക്കാണെങ്കിൽ നാറൂട്ടോനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ നാറൂട്ടോനെ എടുത്ത്. സ്വത്തിന്റെ കാണാതെ പോയ പണ്ടത്തെ അനിയത്തിനെ കിട്ടിയിരിക്കുകയാണ്. രണ്ടുപേരെ പോലെ ഇരിക്കണം അല്ലേ? ഏ കണ്ട എടി നിന്നെ പുറത്തുനിന്ന് അങ്ങോട്ട് കിട്ടിയ കേട്ടോ. സത്യം പറയുമ്പോ ഇവിടെ മറ്റേ ചൈനക്കാരുടെ വെച്ചാൽ കണ്ടല്ലേ. ചെറിയ തപ്പാന ഇത് സെന്റില് കൊക്കക്കോള കണ്ട. ഇത് പറഞ്ഞോണ്ട് അവള് മനഃപൂർവ്വം പറയണതാണ്. എന്നെ ഇറക്കും നിനക്ക് തെരിയുമാ? ജാഗർ പ്ലസ് കൊക്കക്കോള മിക്സ് ചെയ്ത ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് കുടിച്ച് തീർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ വെറുതെ ആ കുപ്പി ഇവിടെ ഇട്ടിട്ടോ. അയ്യോ തങ്കമ്മേ. സ്വത്ത് ഈ കടയിൽ കയറിട്ട് ഏകദേശം ഒരു മണിക്കൂറായി. ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. അവരുടെ എടുത്ത സാധനങ്ങൾ കാണിച്ച് എത്ര എടുത്ത് 3-4-5 എണ്ണം അങ്ങനെ എടുത്തു. 1 മണിക്കൂർ. ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ, 1 മണിക്കൂറായി. ഓ മാൻ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ എന്തായാലും പിന്നെ നേരത്തെ കുഴപ്പമില്ല, സമയം പോട്ടെ. നമ്മള് ക്രീംസ് ഒക്കെ നോക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഗേൾസിനോടൊക്കെ ചോദിച്ചു നമ്മൾ പുറത്തൊക്കെ വന്ന ഈ ക്രീമൊക്കെ ചിലപ്പോ വാങ്ങിക്കത്തില്ലായിരിക്കും. പക്ഷെ അത് കണ്ടാ മതി. സെലക്ട് ചെയ്ത പോലെയാണോ? എന്ത് ടൈം എടുത്തിട്ടില്ലേ? അതെ 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 അതെ. നാട്ടാക്കി ചെല്ലുപോട്. ആരാ ഇഷ്ടാന്ന് ആദ്യം പറഞ്ഞത്? നീ എടി ഓർഡർ കോമഡി സാധനം. ഒരു പെണ്ണ് വന്ന് വെച്ചു എന്നോട് ചോദിക്കണേ സഞ്ജു സാംസൺ അല്ലേ? ഞാൻ പറഞ്ഞു സഞ്ജു സാംസൺ അല്ല, അത് ക്രിക്കറ്ററാണ്. ഞാൻ സഞ്ജു ടെക്കിയാന്ന് പറഞ്ഞു. എന്തോന്ന് സംഭവം എന്ന് അറിയത്തില്ല. 1 മില്യൺ റിങ്കറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കട്ടെ. എന്തോ ഒരു കോൺടെസ്റ്റ്, എന്തോ ലൈസൻസ് ടു വിൻ മലേഷ്യ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പൈസ കേട്ടാ. നമ്മളങ്ങനെ ഫ്ലൈറ്റിലെല്ലാം കയറി എല്ലാം സെറ്റ് ആയിട്ട് ഓൾ സെറ്റ് ആയിട്ടിരിക്കുവാണല്ലേ. അപ്പൊ മമ്മിക്കുൾ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞു കേട്ടാ. എങ്ങനെയാണ് കരയാൻ പോകട്ടെ മമ്മിക്കുൾ? അവൾ പോട്ടെ.
സ്വത്തും എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പെട്ടെന്ന് സമയം പോയല്ലേ? പെട്ടെന്ന് സമയം 4 ദിവസം ഇങ്ങനെ പോയാൽ എനിക്കറിയത്തില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു. വലിയൊരു താങ്ക്സ് എനിക്ക് കയറി ട്രെയിൽസിനോട് പറയാനുള്ള കാരണം അവര് അടിപൊളിയായിട്ട് സെറ്റ് ആക്കി തന്നല്ലേ. അതെ അതെ, നമ്മുടെ ട്രാവലർ പാർട്ണർ ആയിരുന്ന കൈലി ഡ്രേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാ പ്ലേസും കണ്ട് ഇപ്പൊ നമ്മള് തിരിച്ച് കേരളത്തിലോട്ട് വരാൻ പോവാണ്. ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എവിടെ പോയാലും ഇവരെ വിളിച്ചാൽ കേട്ടോ, സംഭവം സെറ്റ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഇവരുടെ ആ സ്വിമ്മിംഗ് പൂൾ വ്യൂ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഒരു ട്വിൻ ടവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഒക്കെ കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. മമ്മിയാണെങ്കിൽ ഇവിടുന്ന് കരഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. മമ്മിയുടെ ഫസ്റ്റ് മലേഷ്യൻ ട്രിപ്പ് ആയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് പോയല്ലേ? പെട്ടെന്ന് പോയെ 4 ദിവസം ടക്കേന്ന് പറഞ്ഞു പോയി. നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് പോകണ്ടത് എങ്ങനെയുണ്ട്? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സമയം പോയെന്ന് പറഞ്ഞില്ല, സംഭവം നൈസ് ആയിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. ഞങ്ങൾ ഓൾറെഡി ചെറിയ പ്ലാനിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് തന്നെ. എനിക്കാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്ക്ലി ഒരു നല്ല എന്താണ് വിൻഡോ സീറ്റ് ഒക്കെ കിട്ടിയേട്ടെ. എന്റെ ഇവിടെ ആയിരുന്നത് ഈ ബ്രോയുടെ സീറ്റ് ആയിരുന്നു എനിക്ക് തന്നെ കേട്ടോ. താങ്ക് യു ബ്രോ, നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. അപ്പൊ ബ്രോ നമുക്ക് ഇവിടെ ഇരുന്നോളാൻ പറയണ്ട. ബ്രോ പുള്ളിക്കാരൻ അവിടെ പോയി ഇരുന്ന് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് നേരെ നാട്ടിൽ പോകാൻ പോയി. ഇനി കൊച്ചി കാണാൻ പോകല്ലേ. ഇൻ 3, 2, 1 I'm a niru kali drunk, now an alkali drunk, I'm a nittu kali. ഗൈസ്, അങ്ങനെ ഞാൻ പൊക്കിയിരിക്കുന്നത്. ഞാൻ അവൻ്റെ അടുത്തൊരു 100 പ്രാവശ്യം പറഞ്ഞാണ് നിന്റെ കയ്യിൽ തന്നെ ആ കാർഡ് കാണുമെന്ന്. മലേഷ്യ പോയിട്ട് വെറുതെ 4000 രൂപയ്ക്ക് അവൻ കൊണ്ട് കളഞ്ഞ കാർഡ് ഇതാണ്. ഈ കാർഡിന് 4000 രൂപയാണ്. ഇത് തിരിച്ച് നമ്മൾ കൊച്ചി ഫ്ലാറ്റിലെത്തിയപ്പം അവൻ്റെ പാൻറ്റിൽ നിന്ന് പൊക്കിയതാണ് ഗൈസ്. നിങ്ങൾ പറ, ഞാൻ അവനെ എന്ത് ചെയ്യാനാ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാന്നറിയോ? സെർച്ച് ചെയ്യ്, ഡബിൾ ചെക്ക് ഇല്ല. അവൻ അവിടെ ഇരുന്ന് തർക്കിച്ച് എൻ്റെ കയ്യിൽ ഇല്ല ഗൈസ്. അവൻ്റെ വൈറ്റ് കളർ പാൻറ്റിൻ്റെ അകത്തുനിന്ന് ഞാൻ പൊക്കിയതാണ്. പിടിച്ചു